എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ചവ്വരി പായസമാണ്. വളരെ സിമ്പിളാണ് ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാനായിട്ട്. അധികം ചേരുവകളൊന്നും തന്നെ ഇല്ലാതെ ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു പായസം എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമുക്കിനി ചവ്വരി പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1/2 കപ്പ് ചവ്വരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ചവ്വരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം ഒന്ന് കുതിർത്താനായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചവ്വരി ഞാനിവിടെ കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നേരത്തെ ചവ്വരി കുതിർന്ന് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചവ്വരി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് കുതിർത്തിയ ചവ്വരി വാരിയിട്ട് കൊടുക്കാം. അങ്ങനെ ചവ്വരി നല്ലോണം തന്നെ ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്നും ചവ്വരി ഒന്ന് ഊറ്റി മാറ്റാം. ചവ്വരി ഊറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ഇതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. പഞ്ചസാര ഇപ്പോൾ ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഉരുകി ഒന്ന് കാരമലായിട്ട് വരണം. പഞ്ചസാരയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ പഞ്ചസാര ചെറുതായിട്ട് ഒന്ന് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഞ്ചസാര ഇവിടെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ പഞ്ചസാര നല്ലതായിട്ട് തന്നെ ഒന്ന് ഉരുകി കിട്ടണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. പാലും ഈ ഒരു പഞ്ചസാരയും കൂടെ ചേർന്ന് ഒന്നുകൂടെ തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ചേർക്കാം. ചവ്വരി ചേർക്കുവാണ്. ചവ്വരിയും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഈ ഒരു പാലിൽ കിടന്ന് ചവ്വരി നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടണം. പായസത്തിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. അങ്ങനെ നമ്മുടെ ചവ്വരിയും പാലും എല്ലാം ചേർന്ന് നല്ല പോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പായസത്തിന്റെ കളറ് കാണാലോ. നല്ല പിങ്ക് കളറിലാണ് പായസമായി വന്നിട്ടുള്ളത്. ചവ്വരി ഒന്നുകൂടെ കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പായസം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പാല് തിളപ്പിച്ച അതേ പാത്രത്തിലേക്ക് 3 സ്പൂൺ അളവില് പാൽപ്പൊടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മുടെ പായസത്തിന്റെ രുചി ഒന്നും കൂടെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി കട്ടകളില്ലാതെ ഒന്ന് നല്ലതായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പായസത്തിലേക്ക് ചേർക്കാം. ഇനി വീണ്ടും നല്ലോണം തന്നെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ പാലൊന്ന് കട്ടിയായി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒന്ന് വറ്റി കുറുകിയ പാകത്തിലേക്കായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് പ്രത്യേകിച്ച് താളിപ്പൊന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പായസം നല്ലതുപോലെ കുറുകിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കുടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പായസം ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പായസത്തിന്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുമ്പോഴേക്കും ഒന്നുകൂടെ കട്ടിയായി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലൊരു പാകത്തിലാകുമ്പോഴാണ് പായസത്തിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ പായസത്തിന്റെ ചൂട് ഇവിടെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് പായസം മാറ്റാവുന്നതാണ്. നല്ല ക്രീമി ടെക്സ്ചറിലേക്കാണ് ഇപ്പോൾ ആയി വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും വീടുകൾ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പായസത്തിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.